കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. 10,000 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണത്തിന് ഞാൻ തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ, അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ, പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ, കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വരാ രക്ഷിക്കണേ.